വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്മൈലി ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ടു ആലപ്പുഴയാണ്. നമ്മൾ 6 മണിക്ക് സ്റ്റേഷനിലെത്തി. 6 മണിക്കെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ മഞ്ചേരി ഞങ്ങളെ പറ്റിച്ച് 6:30 ട്രെയിന്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പോവുകയാണ്. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ട്രെയിനിൽ ബോറായിരുന്നു, സത്യം പറഞ്ഞാൽ റിയലി ബോറായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു. അമ്മേൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. മഞ്ചാണ്ടിക്ക് ഒരു അനിയനുണ്ട്, അതാണ് മനു അങ്കിൾ. ഞങ്ങൾ മനു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, പേര് മനു എന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു, പക്ഷെ നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ പോയിരുന്നു. എന്നിട്ട് ഞങ്ങൾ റെയിൽവേ ട്രാക്ക് വ്യൂസ് അതൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ ഞാനൊന്ന് തലയിട്ടൊക്കെ പുറത്തു കൂടിയൊക്കെ നോക്കുന്നു. ഞാൻ കില്ലാടിയാണ്, കില്ലാടി, നിങ്ങൾക്കൊന്നും എന്നെ അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാനും അമ്മയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അമ്മയും അമ്മേൻ്റെ ഫ്രണ്ട്സും ഞാനും ആയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പോയിക്കൊണ്ടിരുന്ന് ഫോട്ടോ എടുക്കാൻ സ്ഥലമില്ല. ഇതാണ് മുകളിലിരിക്കുന്നതാണ് ജാവിയോൺ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വ്യൂ ഒക്കെ നോക്കി. ഞങ്ങൾ എന്നിട്ട് ആലപ്പുഴ എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോയും പിടിച്ച് ഞങ്ങൾ കൃപാസനത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. 13 കിലോമീറ്ററാണ്. കുറച്ച് ലോങ് യാത്രയല്ല, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ കൃപാസനം എത്തി. ഞങ്ങൾ കൃപാസനത്ത് നല്ല ആൾക്കാരുണ്ട്. എന്നിട്ട് അമ്മ അമ്മയല്ല മനുവെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു. കൃപാസനത്ത് വെള്ളം കണ്ണിൻ്റെയും കണ്ട് കുറേ ആൾക്കാർ. എൻ്റെ അമ്മ നല്ല ചൂടായിരുന്നു കൃപാസനം. ഞങ്ങൾക്ക് കൃപാസനം ഇഷ്ടപ്പെട്ടു. പക്ഷേ കൃപാസനത്ത് ആൾക്കാർ ചുമ്മാ തള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് അമ്മേൻ്റെ ഫ്രണ്ടും അവരൊക്കെ മോതിരം എന്നല്ല കൊന്ത കൊണ്ടുവന്നു. പക്ഷെ അമ്മ കൊണ്ടുവരാൻ മറന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അമ്മ കൊണ്ടുവരാൻ മറന്നു. അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ എനിക്കും എൻ്റെ ചേട്ടനും ഒരു 2 പെണ്ണ് വാങ്ങിച്ചു തന്നു. എനിക്കൊരു പെണ്ണ്, എൻ്റെ ചേട്ടനൊരു പെണ്ണ്, മാതാവിൻ്റെ ഫോട്ടോ ഉള്ള ഒരു പെണ്ണ് വാങ്ങിച്ചു തന്നു. അമ്മ ചൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അമ്മയുടെ കുറേ പറഞ്ഞു, അമ്മ ഒരു പെണ്ണ് അങ്ങനെയാണ് വാങ്ങിച്ചു തന്നത്. എൻ്റെ കൃപാസനത്തിൻ്റെ ഉടമ്പടീൻ്റെ അവിടെ കയറിയപ്പോൾ കുറേ ആൾക്കാർ ഉടമ്പടി എടുത്തു. 11 മണിക്കായിരുന്നു ഉടമ്പടി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചൂടൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ നടന്നു പോകുന്നു. അപ്പോൾ ഇത് മാതാവിൻ്റെ ഫോട്ടോയാണ്. അവിടുത്തെ പ്രൊസീഷൻ പോലെയാണ് നടന്നു പോയാൽ. അങ്ങനെ ഉടമ്പടി എടുത്തതാണെന്ന് തോന്നി. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടുത്തെ കഥ പോലെ എനിക്ക് അറിഞ്ഞൂടെ. എന്നിട്ട് ഞങ്ങളൊരു വാനിൽ കയറി. ഒരു 5 സീറ്റർ വാനായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. ഞങ്ങൾ 7 പേര്, ഒരാൾ ഫ്രണ്ട് ഇരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി, മടിയിലൊക്കെ ഇരുന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ ഫഹൽ ഫാസിലിൻ്റെ വീടും കണ്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു, വയറ് കത്തുന്ന ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫഹൽ ഫാസിലിൻ്റെ വീട്ടിൻ്റെ അകത്തൊന്നും കയറിയില്ല, ജസ്റ്റ് വീട്ടിൻ്റെ ഓട്ടയിൽ പോകുന്നു. അപ്പോൾ കണ്ട് വീട്. എന്നിട്ട് ഞങ്ങൾ വീട് കണ്ടിട്ട് ഞങ്ങൾ കുറേ വീട്ടിൽ ഫോട്ടോ ഒന്നും എടുത്തില്ല, കുറച്ച് സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് 2:30 ഇത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് 2 മണിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയപ്പം ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ബ്രദേഴ്സിൽ പോകാനിരുന്നു, ദിലീപിൻ്റെ. എന്നിട്ട് പോയില്ല, സമയമായതുകൊണ്ട്. ഇനി 1 കിലോമീറ്റർ അവിടെ നിന്ന് പോകണമെന്ന്. അതുകൊണ്ട് നമ്മൾ നേരെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ച സ്ഥലത്ത് ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് വിശപ്പായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും പിന്നെ ഊണും ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി കൈയൊക്കെ കഴുകി. എന്നിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഊണും ഒക്കെ വേറെ നിറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. 2 മണിയായി, സമയമാവാറായി. 2 മണി 5 മിനിറ്റ് ഉണ്ട്. അങ്ങനെ ട്രെയിൻ പോകുന്നു പറഞ്ഞ് അമ്മയും റീതാൻ്റെ ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത്. എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അമ്മയ്ക്കും റീതാൻ്റിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോയി. അപ്പം ട്രെയിൻ വന്നപ്പം ബാക്കിൽ നിന്ന് ഒരു ട്രെയിൻ അവർ പറഞ്ഞു വരുന്നെന്ന്. അപ്പോൾ ഞങ്ങൾ ഓടി, നല്ല സ്പീഡിൽ ഓടി ഞാൻ. എന്നിട്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ട്രെയിൻ പിടിച്ച് കയറി.
എന്നിട്ട് ഞങ്ങൾ ജനറലാണ് ബുക്ക് ചെയ്തത്. പക്ഷേ സ്ലീപ്പറിൽ ജനറൽ ആൾക്കാരുണ്ടായിരുന്നു, സ്ലീപ്പറിൽ ആൾക്കാരില്ലായിരുന്നു. അങ്ങനെ സ്ലീപ്പറിൽ കയറിപ്പോയി. സ്ലീപ്പറിൽ കയറിയപ്പോൾ TTR വന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ ജനറലാണെന്ന് മനസ്സിലായി. അങ്ങനെ ഫൈൻ എഴുതി തന്നിട്ട് ഞങ്ങൾ അമ്മയും റീതാവിൻ്റെയും കൂടി ഇംഗ്ലീഷിൽ സംസാരിച്ച് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ട്രെയിൻ വന്നപ്പോൾ ഓടി വന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ ജനറൽ വന്നപ്പോൾ ഫുൾ ആൾക്കാരേ ഇല്ലായിരുന്നു. അങ്ങനെ ജനറലിൽ കയറി ഞങ്ങൾ സംസാരിച്ച് പോയിക്കൊണ്ടിരുന്നു. ഞാനും ജാവിയോണും ജുവലും കൂടി ഞങ്ങൾ വീഡിയോസ് എടുത്ത് അങ്ങനെ കളിച്ച് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ തലയൊക്കെ പുറത്തിട്ട് നോക്കുകയൊക്കെ ആയിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ കിച്ചണൊക്കെ കണ്ട്. കിച്ചൺ കൊള്ളായിരുന്നു. കിച്ചൺ നല്ല കിച്ചണായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കിച്ചൺ ട്രെയിനിൻ്റെ കിച്ചണായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞാനാണ് തലയിട്ട് നോക്കിയത്. ഞാനും ജാവിയോനും ജുവലും കൂടി കളിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ കുറേ കളിച്ച് അവിടെ അപ്പുറത്തൊക്കെ സീറ്റ് ഫ്രീ ആയിരുന്നു. അങ്ങനെ ജാവിയോൻ പോയി കിടന്ന് ചാടി. എൻ്റെ സീറ്റിൽ ജുവലൊന്നും ഇരുന്നു. ഞാനും ജുവലും എൻ്റെ സീറ്റിന് വേണ്ടി അടിക്കായിരുന്നു. അങ്ങനെ ജുവലിനെ അടിച്ച് മാറ്റിയിട്ട് ഞാൻ ഇരുന്ന്. അപ്പം ജാവിയോൻ പറഞ്ഞ് വീഡിയോ എടുക്കണമെന്ന്. ജാവിയോൻ അപ്പുറത്തിങ്ങനെ ഉറങ്ങുന്നപോലെ അഭിനയിച്ച്. എന്നിട്ട് ജുവൽ അവിടെ സീറ്റിൽ ഇരുന്ന്. എന്നിട്ട് ജുവൽ മുകളിൽ കയറാൻ പോയപ്പോൾ ജുവലിന് ഹൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. എന്നിട്ട് ജാവിയൻ കയറാൻ നോക്കി. എന്നിട്ട് ജുവൽ ഒന്നുകൊണ്ട് ജാവിയൻ മാറിക്കൊടുത്ത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കളിച്ചുകൊണ്ട് ഞാനും ജാവിയോണും തൂങ്ങി കളിച്ച് അങ്ങനെ കുറേ കളിച്ച്. എന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയപ്പം ട്രിവാൻഡ്രം കൊച്ചുവേളിയിലാണ് ഞങ്ങളുടെ സ്റ്റോപ്പ്. എന്നിട്ട് ജാവിയോണ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ സീനറി ആയിരുന്നു ബാക്കി ഫുള്ളും. ഞങ്ങൾ കടലെടുത്ത് അങ്ങനെ കടലും പുല്ലും വെള്ളത്തിൻ്റെ നടുക്കൂടിയൊക്കെ ആയിരുന്നു പോയത്. ഞാൻ തലയിട്ടൊക്കെ കുറേ നോക്കി. അവിടെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തലയിട്ടൊക്കെ നോക്കി. അവരൊക്കെ വീഡിയോസൊക്കെ എടുത്ത്. ജുവലൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്നു. കണ്ട ഞാൻ തലയിട്ട് പുറത്തൊക്കെ നോക്കുന്നു. ഞാൻ ബോട്ടിൽ ഏതെങ്കിലും പോസ്റ്റ് വരുമ്പോൾ എടുത്ത് എറിയാനായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ അധികം ടൈം പോയതൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ എൻജോയ് ആയിട്ട് ഫണ്ണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ട്രിവാൻഡ്രം എത്തി. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി റീദ്വാൻറ്റിൻ്റെ കാലിൽ കയറി വീട്ടിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലവ് ആൻഡ് ബൈ.